ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സൈനിക അണികൾക്കിടയിലും കടുത്ത കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് നിലവിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ലെബനൻ അതിർത്തിയിലെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് നെതന്യാഹു ഇസ്രയേൽ ജനതയെ പൂർണ്ണമായി വഞ്ചിക്കുകയാണെന്നാണ് ബെന്നറ്റിന്റെ പ്രധാന ആരോപണം. ലെബനനിൽ ഇസ്രയേൽ സൈന്യത്തിന് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്ന സർക്കാരിന്റെ അവകാശവാദങ്ങൾ വെറും പച്ചക്കള്ളമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. ഈ പരസ്യ പ്രതികരണം ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആഭ്യന്തര തകർച്ചയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും മധ്യസ്ഥതയിൽ രൂപീകരിച്ച പുതിയ വെടിനിർത്തൽ കരാറിനെ ചൊല്ലി ഇസ്രയേലിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബെന്നറ്റിന്റെ ഈ കടന്നാക്രമണം. ഈ കരാർ പ്രകാരം ലെബനനിലെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ തീരുമാനം ഇസ്രയേലിന്റെ സുരക്ഷയെ പാടെ അപകടത്തിലാക്കുമെന്നാണ് പ്രതിപക്ഷവും മുൻ സൈനിക മേധാവികളും ഒരുപോലെ വാദിക്കുന്നത്. ഈ നയതന്ത്ര ചട്ടക്കൂട് ഇസ്രയേലിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണെന്ന വികാരവും രാജ്യത്ത് ശക്തമാണ്. തങ്ങളുടെ തൊട്ടു മുന്നിൽ വെച്ച് ഹിസ്ബുള്ള പോരാളികൾ തകർന്ന സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുകയും ആയുധശേഖരം ശക്തമാക്കുകയും ചെയ്യുമ്പോൾ പോലും അവർക്ക് നേരെ വെടിയുതിർക്കാൻ ഇസ്രയേൽ സൈനികർക്ക് അനുവാദമില്ലെന്നാണ് ബെന്നറ്റ് വെളിപ്പെടുത്തുന്നത്. ശത്രുക്കൾ ശക്തി പ്രാപിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന സൈന്യത്തിന്റെ നിരാശ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ തെറ്റായ നയങ്ങൾ കാരണം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ വീര്യം ചോർന്നു പോവുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സൈനികരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നത് അവരുടെ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണ് എന്ന ബെന്നറ്റിന്റെ പരാമർശം ഇസ്രയേൽ സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ശത്രുവിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ പോലും രാഷ്ട്രീയ അനുമതി കാത്തുനിൽക്കേണ്ടി വരുന്ന അവസ്ഥ സൈനികരെ മാനസികമായി തളർത്തുന്നു. ഇത് കേവലം നയതന്ത്രപരമായ ഒരു പിഴവല്ല, മറിച്ച് രാജ്യത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയാണെന്നാണ് ബെന്നറ്റ് ആവർത്തിക്കുന്നത്. സൈന്യത്തിന്റെ കൈകാലുകൾ വിലങ്ങു വെച്ചുകൊണ്ട് അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നത്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഹിസ്ബുള്ളയ്ക്ക് തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവരാൻ വൻ അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിർത്തികളിൽ പുതിയ താവളങ്ങൾ നിർമ്മിക്കാനും ആധുനിക മിസൈലുകൾ എത്തിക്കാനും ഇവർ ഈ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണ ഭയമില്ലാതെ ഹിസ്ബുള്ളയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ കരാർ വഴിയൊരുക്കിയെന്നാണ് ബെന്നറ്റ് വ്യക്തമാക്കുന്നത്. ഇത് ഭാവിയിൽ ഇസ്രയേലിന് നേരെ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണ്. നെതന്യാഹു ഭരണകൂടം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്ന കാര്യങ്ങളും അതിർത്തിയിലെ യഥാർത്ഥ സാഹചര്യവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ച് സ്വന്തം രാഷ്ട്രീയ അധികാരം നിലനിർത്താനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. എന്നാൽ അതിർത്തിയിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന സൈനികരും അവരുടെ കുടുംബങ്ങളും സർക്കാരിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഈ ആഭ്യന്തര വികാരം ഇസ്രയേൽ രാഷ്ട്രീയത്തെ ഉലയ്ക്കാൻ പോകുന്നതാണ്. ഈ പുതിയ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കരാർ ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ച വൻ നയതന്ത്ര വിജയമാണെന്നാണ്. ഇസ്രയേലിന്റെ കടുത്ത സൈനിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് അതിർത്തിയിൽ വീണ്ടും നിലയുറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നെതന്യാഹു എടുത്ത തീരുമാനങ്ങൾ ഇസ്രയേലിന്റെ പരമാധികാരത്തിന് മേലേറ്റ കടുത്ത പ്രഹരമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വലിയൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ വെടിനിർത്തൽ കരാർ എന്ന് വിശ്വസിക്കുന്നവർ ഇസ്രയേലിലേറെയാണ്. മേഖലയിൽ താൽക്കാലിക ശാന്തത നിലനിർത്താൻ അമേരിക്ക ഇസ്രയേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ ബലികഴിക്കുകയായിരുന്നു. ഇതിനോട് നെതന്യാഹു പൂർണ്ണമായും സഹകരിച്ചത് രാജ്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇടിയാൻ കാരണമായിട്ടുണ്ട്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിലുടനീളം ഈ കരാറിനെ ചൊല്ലി കടുത്ത ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത്. തങ്ങൾ ഇത്രയും കാലം പോരാടി നേടിയ സൈനിക മേധാവിത്വം ഒറ്റയടിക്കില്ലാതാക്കിയതിൽ ഒട്ടുമിക്ക ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും കടുത്ത അമർഷമുണ്ട്. ഈ ആഭ്യന്തര രാഷ്ട്രീയ പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കാനാണ് സാധ്യത. നെതന്യാഹുവിനെതിരെ കൂടുതൽ തെളിവുകളുമായി പ്രതിപക്ഷം രംഗത്തെത്താൻ ഒരുങ്ങുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയ ആയിരക്കണക്കിന് ഇസ്രയേൽ പൗരന്മാർക്ക് തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഹിസ്ബുള്ള വീണ്ടും ശക്തമാകുമ്പോൾ തങ്ങൾ എങ്ങനെ സുരക്ഷിതമായി ജീവിക്കുമെന്ന ചോദ്യമാണ് ഇവർ സർക്കാരിനോട് ചോദിക്കുന്നത്. ലെബനൻ അതിർത്തിയിലെ ഈ അനിശ്ചിതാവസ്ഥ മധ്യപൂർവേഷ്യയിലെ മറ്റ് സഖ്യകക്ഷികൾക്കും കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. ഇസ്രയേലിന്റെ സൈനിക ശക്തി പൂർണ്ണമല്ലെന്നും രാഷ്ട്രീയവും തന്ത്രപരവുമായ സമ്മർദ്ദങ്ങളിലൂടെ അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നും ഈ സംഭവം തെളിയിക്കുന്നുണ്ട്.
ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ സഖ്യത്തിന് ഇത് പുതിയ ഊർജം നൽകുമെന്നതിൽ സംശയമില്ല. നഫ്താലി ബെന്നറ്റിന്റെ തുറന്നു പറച്ചിൽ ഇസ്രയേൽ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബെന്നറ്റിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിലെ അവിശ്വാസം മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. സൈന്യത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം സംബന്ധിച്ച കൃത്യമായി വിശദീകരണം നൽകാൻ നെതന്യാഹു നിർബന്ധിതനായിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനം കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെയുള്ള ഭീഷണിയാണ്. ആധുനിക ഡ്രോണുകളും ലോങ് റേഞ്ച് മിസൈലുകളും വീണ്ടും അതിർത്തിയിൽ കുന്നുകൂടുമ്പോൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ പരീക്ഷിക്കപ്പെടും. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടാണ് സർക്കാർ വെടിനിർത്തലിനെ വലിയൊരു നേട്ടമായി ചിത്രീകരിക്കുന്നത്. വരും ആഴ്ചകളിൽ ഈ തർക്കം ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിലും കടുത്ത പ്രതിസന്ധികൾക്ക് കാരണമാകും. നെതന്യാഹു സർക്കാരിന്റെ സഖ്യകക്ഷികളിൽപ്പെട്ട ചില തീവ്ര വലതുപക്ഷ പാർട്ടികളും ഈ കരാറിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ വീഴാനുള്ള സാധ്യതകൾ പോലും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ലെബനൻ കരാറിനെ ചൊല്ലി ഇസ്രയേലിൽ ഉയരുന്ന ഈ ആഭ്യന്തര കലഹം മേഖലയിലെ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റാൻ പോന്നതാണ്. സ്വന്തം സൈന്യത്തിന്റെ കൈകൾ കെട്ടിയിട്ട് ശത്രുവിന് വളരാൻ അവസരമൊരുക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം നെതന്യാഹുവിന് എളുപ്പത്തിൽ മറികടക്കാനാവില്ല. വരും ദിവസങ്ങളിൽ അതിർത്തികളിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും വലിയൊരു രാഷ്ട്രീയ സ്ഫോടനത്തിന് കാരണമായേക്കാം.